ഇസ്മായിൽ ദഹ്ലവിന്റെയും മുഹമ്മദ് ഇർഫാന്റെയും ശിഷ്യനായി ഖലീഫയായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഇല്യാസ്. ഇനി വിശദീകരിക്കാൻ ഇവിടെ നേരെയില്ലെങ്കിലും പ്രധാനപ്പെട്ട 10-15 വിഷയങ്ങൾ, മെയിനായി 10 വിഷയങ്ങളിൽ ഇല്യാസിന്റെ തബ്ലീഗുകാരും നമ്മളും തമ്മിൽ വ്യത്യാസമാകുന്നു. ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തന്നെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന വിശ്വാസം സിറാത്തുൽ മുസ്തഖീമിൽ അയാൾ പറഞ്ഞു ജിഹത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് നിഷേധിക്കൽ ബിദ്അത്താണ്. അപ്പൊ ജിഹത്തുള്ളതായിരിക്കുന്ന അള്ളാഹുവിൽ അയാൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് നുണ പറയൽ മുംകിനാണ്, കളവ് പറയൽ മുംകിനാണ് എന്ന് ഫത്താവ റഷീദിയിൽ കാണാം, സിറാത്തുൽ മുസ്തഖീമിൽ കാണാം, വേണമെങ്കിൽ ജുഹൂദുൽ മുഖല്ലിലും കാണാവുന്ന ജിൽദ് 77-ാം പേജിൽ ഇംകാനുൽ കദ്ബിന്റെ അവസരം അള്ളാഹു തആലാക്ക് കളവ് പറയൽ ജായിസാണ്, മുംകിനാണ് എന്ന് പറയുന്നിരിക്കുന്ന അവസരം. ഇതും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരായിരിക്കുന്ന വിശ്വാസമാണ്. വിശകലനം ചെയ്യാൻ ഇപ്പൊ സമയമില്ല. രണ്ടാമത്തത് തൗഹീദിലുള്ളതിരിക്കുന്ന വിശ്വാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്ന്. രണ്ടാമത്തത് നുബുവത്തിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന ഖത്മുൻ നുബുവത്തിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന വിശ്വാസം. ഈ പറഞ്ഞിരിക്കുന്ന ഇസ്മായിൽ ദഹ്ലവിനെ കഴിച്ചാൽ ഇല്യാസ് സാഹിബിന്റെ പ്രഥമ ഉസ്താദായിരിക്കുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹി അയാളെ മരണശേഷം താൻ പിന്തുടർന്നിരിക്കുന്ന ഖലീൽ അഹമ്മദ് അംബേട്ടവി സാറംപൂരി എന്ന് പറയുന്നയാൾ, അതേപോലെ തന്നെ അഷ്റഫ് അലി താനവി, ഈ 3 പേരാണ് അയാളുടെ പ്രധാന ഗുരുനാഥന്മാര്. അവരുടെ വിശ്വാസമാണ് ഞാൻ പിൻപറ്റുന്നതെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഈ 3 ആളുടെയും തലപ്പത്ത് ദൈവബന്ദി ദാറുൽ ഉലൂമിന്റെ സ്ഥാപകനായ മുഹമ്മദ് ഖാസിം നാനൂത്തവി, അയാൾക്ക് തഹ്ദീറുൻ നാസ് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ സമർത്ഥിച്ച് കാണുന്നു നുബുവത്ത് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഖത്മുൻ നുബുവത്ത്, അത് കാലികമായി സമാനിയായിരിക്കുന്ന ഖത്മുൻ നുബുവത്തിന് ഒരു പ്രധാനമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചുകൊള്ളണമെന്നില്ല. മറിച്ച് നുബുവത്തിന്റെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റവും അതിന്റെ ഉന്നത സ്ഥാനം അവസാനിച്ചു എന്നേ അർത്ഥമുള്ളൂ, അതേ വിശ്വസിക്കേണ്ടതുള്ളൂ. ഇത് തഹ്ദീറുൻ നാസ് എന്ന് പറഞ്ഞിരിക്കുന്ന അയാളുടെ പുസ്തകത്തിന്റെ 2-3 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യ. അപ്പോ 1 അള്ളാഹുവിലുള്ള വിശ്വാസം, 2 നുബുവത്തിലുള്ള വിശ്വാസം. ഇനി അവിടെ നിന്നോട്ട് എത്തിയിട്ട് ഖാസിം നാനൂത്തവി അതാണ് പറഞ്ഞതെങ്കിൽ ഇല്യാസ് അദ്ദേഹത്തിന്റെ മൽഫൂദാത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അവസരത്തിൽ ഹൃദയത്തിൽ കലർപ്പുണ്ടാകുന്നു, കുദൂറാത്തുണ്ടാകുന്നു. അത് പൊറിപ്പിക്കാനാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് 100 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് തന്നെയാണ് നമ്മുടെ മുജാഹിദ് നേതാവായിരിക്കുന്ന ഉമർ മൗലവിയും പറഞ്ഞത്. 100 കുറ്റം പാപങ്ങളിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ചുരുക്കത്തിന് ഇസ്മത്തിനെ നിഷേധിക്കുക എന്ന വിഷയത്തിൽ ഖവാരിജികളിൽ നിന്ന് ആരംഭിച്ച് തബ്ലീഗിൽ അവസാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ഇരിക്കുന്ന വിശ്വാസവും അള്ളാഹുവിലുള്ള വിശ്വാസവും രണ്ടും അവരുടേത്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. 2. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മുഗയ്യിബാത്തുകളും അറിഞ്ഞ ആളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹക്കിന്റെ ഉലമായിനിടയിൽ തർക്കമില്ല. അത് ആലമുൽ ഗൈബിൽ നിന്ന് തന്നെ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നൊരു വിഭാഗം
മഹാനായിരിക്കുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹംസിയുടെ ആരംഭത്തിൽ പറഞ്ഞു, ലക ദാത്തുൽ ഉലൂമി മിൻ ആലമിൽ ഗൈബി വമിൻ ആലി ആദമൽ അസ്മാഉ. ആലമുൽ ഗൈബ് അദൃശ്യ ലോകത്ത് തന്നെ യഥാർത്ഥമായിരിക്കുന്ന വിജ്ഞാനം മുഴുവനും, അസ്മാവിന്റെ വിജ്ഞാനമല്ല മുസമ്മയാത്തിന്റെയും എല്ലാ വിജ്ഞാനവും തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. വമിൻഹാലി ആദമൽ അസ്മാഉ, അതിൽ നിന്ന് അബുൽ ബശർ ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ, എല്ലാ അസ്മാവും പഠിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. നന്ന ചെറിയ ഇമാം സാവിയെ പോലുള്ളതായിരിക്കുന്ന മഹാന്മാരെ സമർത്ഥിച്ചു, വല്ലദീ യജിബുൽ ഈമാനു ബിഹി, നാം വിശ്വസിക്കൽ നിർബന്ധമായ കാര്യം, അന്ന നബിയന സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യന്തഖിൽ മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടില്ല, ഇല്ലാ വഅലമഹു അല്ലാഹു ജമീഅൽ മുഗയ്യബാത്ത്, ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും അവസാനം സ്വർഗനരകത്തിൽ ആരെല്ലാം പോകും എന്നതുവരെയുമുള്ള എല്ലാ ഉലൂമുകളും എല്ലാ ഗൈബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചിട്ടല്ലാതെ തങ്ങൾ ഇവിടുന്ന് വഫാത്തായിട്ടില്ല. അപ്പൊ ഓരോ സമയത്ത് പറഞ്ഞത് ആ സമയത്ത് അറിയിക്കാത്തതിനെ പറ്റി ആവാം എന്നർത്ഥം. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ മഹാന്മാർ, ഇമാം ബാജൂരി, ഇമാം ബുസ്രി പോലത്തെ മഹാന്മാര് ആലമുൽ ഗൈബ് എന്ന് തന്നെ അറിയിച്ചു എന്ന് പറയുമ്പോൾ ആലമുൽ ഗൈബ എന്നൊക്കെ തങ്ങൾ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു. അത് തവാദുവിന് വേണ്ടി പറഞ്ഞതാണ്, വിനയത്തിന് വേണ്ടി പറഞ്ഞതാണെന്നാവാം. അല്ലെങ്കിൽ ആ സമയത്ത് അതിലേക്ക് ഇൽത്തിഫാത്തില്ല. അറിയുന്നതൊക്കെ എല്ലാ സമയത്തും ശ്രദ്ധ വേണമെന്നുണ്ടോ? ശ്രദ്ധിക്കുമ്പോഴല്ലേ ആ കാര്യത്തിലേക്ക് ബോധമുണ്ടാവുക. അതിന് ഉദാഹരണം ആവശ്യമില്ല. എല്ലാവർക്കും ഉപബോധ മനസ്സുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യ. അറിയുന്നതൊക്കെ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ വേണമെന്നില്ല, ഇൽത്തിഫാത്ത് വേണം. അപ്പൊ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോ ആ കാര്യം ഓർമ്മ വരും, അല്ലെങ്കിൽ ഓർമ്മ വരൂല. അതുകൊണ്ട് അറിയില്ല എന്നർത്ഥമില്ല. ഇങ്ങനെ ധാരാളം മറുപടികൾ മുഫസ്സിരീങ്ങൾ അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങൾ അതിന് പറഞ്ഞു കാണാം. അത് ദീർഘമായി ഞാനിപ്പോൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം താഴ്ത്തി നിന്ദിച്ചു പറയുന്നതിരിക്കുന്ന സ്വഭാവം മൂന്നാമത്തത്, അതായത് ഞാൻ പറഞ്ഞ ഖലീൽ അഹമ്മദ് അംബേദ്കർ എന്ന് പറയുന്നയാള് അയാളെ ബറാഹിൻ ഖാത്തിയ എന്ന പുസ്തകത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്ലീസിനും മലക്കുൽ മൗത്തിനും വിശാലമായ വിജ്ഞാനമുണ്ട് എന്ന് നസ്സ് വന്നിരിക്കുന്നു. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു നസ്സ് വന്നിട്ടില്ല. പിന്നെങ്ങനെയാണ് എല്ലാ ഇൽമും തങ്ങൾക്കറിയും എന്ന് വാദിക്കാൻ പറ്റുക? ബറാഹിൻ ഖാത്തിയ എന്ന പുസ്തകത്തില് ഖലീൽ അഹമ്മദ് അംബേദ്കർ എന്ന് പറയപ്പെടുന്ന ഇയാളുടെ ഖലീൽ അഹമ്മദ് രണ്ടാമത്തെ ഉസ്താദ് പറഞ്ഞ വാക്കാണത്. അൽ ഹാസിൽ ഗൗർ കർനാ ചാഹിയെ കെ ശൈത്താൻ और मलकुल मौत का हाल देखकर आलमी मुहीत जमीन का फख्र आलम को खिलाफ नसूस क़तिया के बिला दलील महज क़ियास फासला साबित करना शिर्क नहीं तो कौन सा എന്നാ ചോദിക്കുന്നു. നസ്സ് കൊണ്ട് നബി സല്ലല്ലാഹു മലക്കുൽ മൗത്തിനും ശൈത്താനും പരമമായ വിശാല വിജ്ഞാനമുണ്ട് എന്ന് നസ്സ് കൊണ്ട് വന്നിരിക്കുന്നു. ആ നസ്സിനെതിരും കൊണ്ട് യാതൊരു തെളിവുമില്ലാതെ വെറും ഖിയാസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാ ഇൽമും ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നത് ശിർക്കല്ലെങ്കിൽ മറ്റെന്താ? എന്ത് ഈമാനാ അത്? ശിർക്കല്ലെങ്കിൽ കോൺസാ ഈമാൻ ഹേ, അതെന്ത് ഈമാനാ? ഇത് ബറാഹിൻ ഖാത്തിയ എന്നയാളെ പുസ്തകത്തിൽ 51-ാം പേജിൽ കാണും. പുതിയ പതിപ്പ് കിട്ടിയപ്പോൾ 55-ാം പേജിൽ കാണും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊരു നേതാവുണ്ട് ഈ വിഷയത്തിൽ. ഏതാ നേരത്തെ പറഞ്ഞ അസ്റഫ് ബിൻ താനബി എന്ന് പറയുന്നയാൾ. അയാൾക്ക് കുറെ പ്രസിദ്ധീകരണമുള്ള വലിയ ആളാ, ലോകത്തിൽ അറിയപ്പെട്ട ആളാ. വ്യക്തി കിതാബുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അതിൽപ്പെട്ടത് ഹിഫ്ളുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിനയാൾ സമർത്ഥിക്കുന്നത് എന്താ?
എല്ലാ ഗൈബും തങ്ങൾക്കറിയും എന്നാ പറയുന്നതെങ്കിൽ അത് മഹാലല്ലേ? അങ്ങനെയാ അടുത്തതാ. ഇനി അതല്ല ചില ഇൽമ അറിയാന്ന് വെച്ചാലോ, തങ്ങൾക്ക് എന്തെങ്കിലും വിശേഷം വന്നിനി, പന്നിക്കും നായിക്കും ഭ്രാന്തനിയും ദൈവനും എല്ലാവർക്കും ഇല്ലേ അങ്ങനെ കുറെ ഇൽമ? ചില ഇൽമ എവിടെ എത്തിയിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈമാനുള്ള മനുഷ്യന്മാർ ആലോചിച്ച് നോക്കണം. ശൈത്താനിനേക്കാളും മലക്കുൽ മൗത്തിനേക്കാളും തങ്ങളെ ഇടിച്ചു താഴ്ത്തുകയും അങ്ങനെയുള്ള ഇൽമ തങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കല്ലെങ്കിൽ പിന്നെന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ബറാഹീനുകാരനും ചില ഇൽമ ആണ് തങ്ങൾക്ക് ഇൽമുൽ ഗൈബാണുള്ളത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭ്രാന്തനും പന്നിയും നായിയും നബി തങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിക്കാൻ മാത്രം മതപ്പതിച്ചിരിക്കുന്ന അഷ്റഫ് അലി താനവി. എന്നിട്ട് ഇത്തിന എന്ന പദം ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, നേരമില്ല, പക്ഷെ കുട്ടികൾ പഠിക്കാൻ പിന്നെ നോക്കിക്കോളൂ. ആ ഇത്തിന എന്ന പദത്തിന് തഫ്സീർ എഴുതിയിരിക്കുന്നു അവരെ 3 വലിയ ബഡാ നേതാക്കന്മാർ. ഇത്തിന